കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രേക്ഷകരെ, ഇന്ന് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏതാണ്ട് 25 വർഷം മുമ്പ്, 1/4 നൂറ്റാണ്ട് മുമ്പ്, തലശ്ശേരി എന്ന് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക്, ഭക്ഷണപ്രേമികൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. നാഷണൽ ഹോട്ടൽ എന്ന് പറയും, തലശ്ശേരി പാലിശ്ശേരിയിൽ. അവിടുത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആട്ടിൻ തല, മീൻമുട്ട, അതുപോലെ തന്നെ മട്ടൻ്റെയും ചിക്കൻ്റെയൊക്കെ വെറൈറ്റി ഐറ്റങ്ങൾ, മീനുകളുടെ വലിയ വിഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങളെപ്പോഴും, ഭക്ഷണപ്രിയർ എപ്പോഴും ഓടിയെത്തുന്നൊരു ഹോട്ടലാണ് പാലിശ്ശേരിയിലെ നാഷണൽ ഹോട്ടൽ. 25 വർഷം മുമ്പ് ആ ഹോട്ടലിന് മുന്നിൽ ഒരു പ്ലേ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. ആ സ്കൂളിലേക്ക് ഒരു 2 വയസ്സുകാരനായ മകനെയും എടുത്ത് അന്നത്തെ കാലത്ത് അംബാസഡർ കാർ ഡ്രൈവ് ചെയ്ത് വന്നിരുന്ന ഒരു യുവതിയുണ്ട്. അന്ന് ആ പ്ലേ സ്കൂളിന് തൊട്ടടുത്തായിരുന്നു എൻ്റെ ഓഫീസ്, അഥവാ ഞാൻ പ്രവർത്തിക്കുന്ന ദീപിക പത്രത്തിൻ്റെ ഓഫീസ് അവിടെയായിരുന്നു. അന്ന് ആ യുവതിയെ ഞാൻ ആ കാറിൽ അവർ വന്നിറങ്ങുന്നത് എൻ്റെ ഓഫീസിൻ്റെ മുന്നിലായിരുന്നു. 25 വർഷത്തിന് ശേഷം ആ യുവതിയെ ഇന്ന് വീണ്ടും ഞാൻ കാണുകയാണ്. അഡ്വക്കേറ്റ് NK സജിന. അപ്പോൾ പ്രേക്ഷകർ ആലോചിക്കും, എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ പ്രത്യേകത? 25 വർഷം മുമ്പ് കണ്ട ഒരാളെ ഇപ്പോൾ വീണ്ടും കാണുന്നതിൽ എന്ത് വെറൈറ്റിയാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇന്ന് സക്സസ് സ്റ്റോറിക്ക് വേണ്ടി അവരെ തേടിയെത്തുമ്പോൾ 25 വർഷം കൊണ്ട് അവർ പടർന്ന് പന്തലിച്ച മേഖലകൾ വലുതാണ്. അന്ന് 1/4 നൂറ്റാണ്ട് മുമ്പ് പോണ്ടിച്ചേരിയിലെ മജിസ്ട്രേറ്റ് മുൻസിഫ് പരീക്ഷയിൽ 1ാം റാങ്കുകാരിയായിരുന്നു അവർ. അതുകൂടാതെ മുഷ്താഖും എടപ്പകത്തും ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ജഡ്ജിമാരോടൊപ്പം ജൂനിയർ അവരോടൊപ്പം അഭിഭാഷകയായി തലശ്ശേരി കോടതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റായി അവർ അന്ന് ചുമതല ഏറ്റിരുന്നുവെങ്കിൽ ഇന്ന് മുഷ്താഖിനെ പോലെ അല്ലെങ്കിൽ എടപ്പകത്തിനെ പോലെ ഒരു ഹൈക്കോടതി ജഡ്ജിയായി മാറേണ്ട അഡ്വക്കേറ്റ് NK സജിന പിന്നെ എങ്ങോട്ടാണ് പോയത്? അവരേതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി മാഹി ലീഗൽ അതോറിറ്റി കമ്മിറ്റിയുടെ കീഴിൽ പാവപ്പെട്ട മനുഷ്യർക്ക് നിയമസഹായം നൽകി പ്രവർത്തിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം വേറെന്താണ്? ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക് എന്നീ നൃത്തങ്ങളിൽ പ്രാവീണ്യം നേടിയിരിക്കുന്നു. ഇന്നും അവർ ഒരു വിദ്യാർത്ഥിനിയാണ് ദില്ലി സർവകലാശാലയിൽ. കഥക് നൃത്തം അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാഹി കലാഗ്രാമത്തിലും അവർ ഇന്ന് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു വെറൈറ്റി അല്ലേ? അപ്പോൾ നമുക്ക് NK സജിന എന്ന ആ ഒപ്പമാകാം ഇന്നത്തെ നമ്മുടെ സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം അഡ്വക്കേറ്റ് NK സജിനയ്ക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ അഡ്വക്കേറ്റ് സജിന, എൻ്റെ ഓർമ്മയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു 2 വയസ്സുകാരനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു കൈ കൊണ്ടൊക്കെ ഡ്രൈവ് ചെയ്ത് ഒരു അംബാസഡർ കാറിൽ നിങ്ങൾ വന്ന് ഇറങ്ങുന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിന് തൊട്ടടുത്താണ്, ഈ പ്ലേ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നു. താങ്കൾക്കും അത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ആരായിരുന്നു ആ 2 വയസ്സുകാരൻ? അവൻ്റെ പേരെന്തായിരുന്നു മകൻ്റെ? യദുകൃഷ്ണ. എത്രാമത്തെ? മൂത്ത മകനാണോ? മൂത്ത മകനാണ്. ആ മകൻ വളർന്നപ്പോൾ എവിടെ എത്തി? മകൻ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MS സർജറിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇപ്പോൾ 1 ഇയർ അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടറായിട്ട്, സർജനായിട്ട് സർജനായി 25 വർഷം കൊണ്ട് മകൻ ജനറൽ സർജനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 27 വയസ്സ് അല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും കാണുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് നിങ്ങളെ തേടി ഞങ്ങൾ വരുന്നത്. മാഹിയിൽ നിന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നിന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ കണ്ണൂർ ചിറക്കൽ എന്ന് പറഞ്ഞ വിശാലമായ ചിറക്കൽ അതിന്റെ അടുത്താണ് എൻ്റെ തറവാട്. മാതാപിതാക്കൾ അച്ഛൻ കണ്ണൂർ ബാറിലെ അഭിഭാഷകൻ. എന്തായിരുന്നു പേര്? K ഗോപാലൻ നായർ. അമ്മ സർ സെയ്ദ് കോളേജിലെ പ്രൊഫസർ, ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. എന്തായിരുന്നു? പ്രൊഫസർ ലീല. ഈ ലീല കൃഷ്ണൻ നായരൊക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, പലരും പറഞ്ഞു കേട്ട അറിവാണ്. അതെങ്ങനെയാണ് ആ ബന്ധം? അതൊക്കെ എനിക്ക് ആക്ച്വലി റിലേഷൻ പറയാനൊന്നും അറിയില്ല. അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ മച്ചിന് തന്നെയാണ്. കൃഷ്ണാട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ എന്ത് തറവാട്ടിൽ ഇവിടെയല്ല. നല്ല സൗഹൃദം. നിങ്ങൾ എത്ര മക്കളായിരുന്നു അച്ഛനും അമ്മക്കും? അച്ഛനും അമ്മക്ക് നമ്മൾ 4 മക്കളാണ്. എത്രയാണ്? എത്ര പെണ്ണും? ഒരാണും 3 പെണ്ണും. 3 പെണ്ണ്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അപ്പം എൻ്റെ ബ്രദർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്, ഡോക്ടർ ദീപക്. രണ്ടാമത്തെ സിസ്റ്റർ, മൂത്ത സിസ്റ്റർ ബോംബെയിലാണ്.
പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ ചൊവ്വാർ ഹയർ സെക്കൻഡറിയിൽ ലെക്ചറാണ്. 4 പേര്. നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ ഇവിടെ തൊട്ടടുത്ത സ്കൂളാണ്, കമലാ നെഹ്റു സ്കൂളിലാണ്. എത്രാം ക്ലാസ് വരെയാണ് അവിടെ പഠിച്ചത്? ഞാനവിടെ 7ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ അതിനുശേഷം ചിറക്ക രാജാസ് ഹൈസ്കൂളിൽ തൊട്ടടുത്ത് എല്ലാം തൊട്ടടുത്ത് സ്കൂളിൽ പഠിച്ചു. എങ്ങനെയായിരുന്നു ഈ 10ാം ക്ലാസ് വരെയുള്ള പഠനകാലമൊക്കെ ഓർമ്മയില്ല? അന്നേരം വല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാര്യമായ രാഷ്ട്രീയമൊന്നുമില്ല. കാരണം അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ് അച്ഛനിലുപരി. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും സാധ്യത. അപ്പോ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു, കലാരംഗത്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു? കലോത്സവങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഏതൊക്കെ ലെവലിൽ എത്തിയിട്ടുണ്ട് കലോത്സവങ്ങൾ? എ ഗ്രേഡ്. അതിന് മെയിനായിട്ട് എൻ്റെ കഥാപ്രസംഗത്തിൽ വളരെ ഇൻട്രസ്റ്റഡ്. ഏതായിരുന്നു കഥ അന്നത്തെ? നീലിയമ്മത്തോറ്റം. നീലിയമ്മത്തോറ്റത്തോട് ഇത്ര താല്പര്യം തോന്നാൻ? നീലിയമ്മത്തോറ്റം നമ്മുടെ ടീച്ചർമാർ പഠിപ്പിച്ചിരുന്നതാണ്. അതിലിങ്ങനെ ഒരു 2 പ്രണയഗത കഥയാണ്. അപ്പം ഒരു പ്രണയിനെ കൊന്നപ്പോൾ അങ്ങനെയുള്ള കഥകളും അതിൻ്റെ കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും കൂടി അത് പോരാതെ ടീച്ചർ നല്ല, അതായത് പാട്ടും അതിന് അഭിനയവും എല്ലാം വേണ്ട ഒരു മേഖലയാണ്. ഓർമ്മയുണ്ടോ അതിനകത്ത് പാട്ട്? പാട്ടൊന്നും കറക്റ്റ് അത് വേണ്ട, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ആ ഒരു 10-35 വർഷം മുമ്പല്ലേ? അപ്പൊ ആ കാലത്ത് പാടിയ പാട്ടിൽ ഓർമ്മയുണ്ടെങ്കിൽ ഒരു 4 വരി പാടാൻ പറ്റുമോ? അത് ഒരു ലാസ്റ്റ് ലൈൻ ഇങ്ങനെ ഓർമ്മയുണ്ട്. ചോരയാറ്റിലൊഴുകി നടന്നു, അങ്ങനെ വരുന്ന, അതായത് കൊല്ലുന്ന പ്രണയിനെ കൊന്നിട്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറയുന്നത്. അതങ്ങനെ നമ്മള് പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അങ്ങനെയാണ് കഥാപ്രസംഗത്തിലായിരുന്നു കൂടുതൽ കഥാപ്രസംഗവും പിന്നെ ഡാൻസ്. അന്നേരത്തെ ഞങ്ങളെ സ്കൂളിൽ നിന്നുള്ള സാധാരണ ആ സമയത്തുള്ള സെമി ക്ലാസിക്കലാണ് കൂടുതലായിട്ടും. ബാലകൃഷ്ണ മാഷ ശിഷ്യായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ SM കോളേജിലേനു +1 +2. ഞാൻ ആക്ച്വലി ഞാൻ ഡബിൾ മെയിൻ ആയിരുന്നു. അതായത് SM കോളേജിൽ ഞാൻ പിന്നെ മാത്സും സയൻസും ഒരുമിച്ചിട്ട് ഡബിൾ മെയിൻ പഠിച്ച ഒരാളാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആംബിഷൻ എന്തായിരുന്നു ആ കാലത്ത്? നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? ഡബിൾ എടുക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഞാൻ ആക്ച്വലി എനിക്ക് അമ്മേനമാരി ഒരു ടീച്ചിങ് മേഖലയിൽ പോകാനായിരുന്നു ഇഷ്ടം. ആ ആഗ്രഹത്തിലാണ് ഒന്നുകിൽ ബയോളജിയോ മാത്സോ ഇതിലെ മേഖലയിൽ ഹൈ ആയിട്ട് വന്ന് അങ്ങനെ ഡബിൾ എടുക്കാൻ കാരണം. ഈ ആ കാലഘട്ടത്തിലൊക്കെ സഹപാഠികൾ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സഹപാഠി? ഇന്ന് സമൂഹത്തിൽ ഏതൊക്കെ മേഖലയിലുള്ളവരാണെന്നോ പഠനകാലത്ത്? ആ സമയത്ത് ഇല്ല, എൻ്റെ ക്ലാസ്സിലൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഇപ്പോഴും സഹപാഠികളായിട്ട് ബന്ധമുണ്ട്. ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ മംഗലാപുരം SDM ധർമ്മസ്ഥല മാനേജ്മെന്റിന്റെ ലോ കോളേജിൽ. അതെന്താ ലോ കോളേജിലേക്ക് പോകാനുള്ള സാഹചര്യം എങ്ങനെയാണ്? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പകുതിയാണ് ഫാദർ മരണം. അപ്പോൾ ഫാദർ മരണം നടന്നപ്പോൾ എനിക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞ് എനിക്ക് ലോന് പോകണമെന്ന്. എന്തുകൊണ്ട് എന്താണെന്നറിയില്ല, എന്നൊക്കെ അങ്ങനെ തോന്നി, ഞാൻ അഡ്വക്കേറ്റ് ആവണം എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു. കാരണം ഞാൻ +2-ന് ഇതിന് പ്രീ ഡിഗ്രിക്ക് മാത്സും സയൻസും എടുത്ത ഞാൻ പെട്ടെന്ന് ലോ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ ഒന്നും എതിർപ്പ് പറഞ്ഞില്ല. അങ്ങനെ എന്ത് ഫാദർ മരണത്തിന് ശേഷം എനിക്ക് ഓട്ടോമാറ്റിക് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ യാദർച്ഛികമായിരുന്നോ? എങ്ങനെയാണ് ഫാദർ മരണം? അപ്രതീക്ഷിതമായി. അപ്പോൾ അങ്ങനെ നേരെ SDM കോളേജിലേക്ക്. അതിനുശേഷമായിട്ടാണോ ഒന്ന് മംഗലാപുരത്തേക്ക് പോകുന്നത്? അതിനു മുമ്പൊക്കെ പോക്കുണ്ട്? അതിനു മുന്നേ നമ്മളെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ, അത് ഫാദർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ വെക്കേഷൻ ടൈമിൽ നമ്മളെ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂകാംബിക ഗുരുവായൂർ ക്ഷേത്ര ദർശനാണ് അന്നത്തെ കാലത്ത്. SDM കോളേജിലെ കാലഘട്ടം എങ്ങനെയുണ്ടായിരുന്നു? SDM കോളേജിൽ 5 വർഷം വളരെ നല്ല കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 years കോഴ്സ് ആയതുകൊണ്ട് തന്നെ കോടതിയിലുള്ള പ്രാക്ടീസും നന്നായിട്ടെല്ലാം അതുമാതിരി ഇഷ്ടംപോലെ മലയാളികൾ ആ സമയത്ത് പഠിച്ച കാലഘട്ടമായിരുന്നു. നല്ലൊരു കോളേജായിരുന്നു അത്. നന്നായിട്ട് പഠിച്ചു. അതും LLB ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെ പാസ്സായി. അതിൻ്റെ കുറച്ച് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിൽ ഒരാളാണ് ഞാൻ. ആരൊക്കെയായിരുന്നു അന്ന് സഹപാഠികൾ? മലയാളികളായിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ന് സർവീസിലുള്ളവർ?
സർവീസിൽ SDM-ൽ ആക്ച്വലി അങ്ങനെയുള്ള മൊത്തം ഉടുപ്പി ആ ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ ആ സമയത്ത് ഇപ്പം സർവീസിൽ എൻ്റെ കൂടെ പഠിച്ച 2-3 ആൾക്കാർ ഇങ്ങനെ പുറമേ ഗൾഫിലല്ല കണ്ണൂർ ജില്ലക്കാരൊക്കെ കുറവായിരുന്നു. ഇല്ല അതൊന്നുമില്ല കണ്ണൂർ ഇല്ല. മംഗലാപുരം പഠനകാലത്തെ നല്ല നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ? ഇന്നത്തെ പോലെ അങ്ങനെ വലിയ സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ല. അപ്പൊ എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ? ഹോസ്റ്റൽ ജീവിതം, പഠനകാലം, റാഗിങ്, ഇത്തരം സാധ്യതകളൊക്കെ എത്രമാത്രം എന്തായിരുന്നു? റാഗിങ് ഒക്കെ ഹോസ്റ്റലിൽ നിന്ന് എപ്പോഴും നമ്മൾ പോയ ഉടനടി സീനിയേഴ്സ് അങ്ങനെ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു അന്നത്തെ റാഗിങ്? എനിക്ക് നറുക്കിട്ടിട്ട് കിട്ടുന്നതാണ് എൻ്റെ ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് നറുക്കിട്ടിട്ട് കിട്ടിയത് അവർ തരുന്ന ബിരിയാണി മൊത്തം കഴിക്കണം. അപ്പം പൊതുവേ ബിരിയാണി ഇഷ്ടമുള്ള ഞാൻ വളരെ സന്തോഷിച്ചു. ബിരിയാണിയാണല്ലോ, വേറെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും കിട്ടിയില്ലല്ലോ. ഓരോരാൾക്ക് ഇങ്ങനെ ഇരുന്ന് കസേര ഇല്ലാതെ ഇരിക്കാനും എത്രയോ മണിക്കൂർ നേരം നിൽക്കാനും അങ്ങനെ പല പല ടഫായിട്ടുള്ള കിട്ടുമ്പോൾ എനിക്ക് കഴിക്കാൻ ബിരിയാണിയല്ലേ, അതുകൊണ്ട് തന്നെ വളരെ സന്തോഷിച്ചു. അപ്പോഴും നോക്കുമ്പോഴാണ് വലിയൊരു പാത്രം നിറയെ ബിരിയാണി. അത് എത്രയോ ടൈം പറഞ്ഞു, ഈ ടൈമിനുള്ളിൽ ഈ ബിരിയാണി കഴിച്ച് ഒട്ടും ബാക്കിയാക്കരുത്. അതേനു എനിക്ക് കിട്ടിയ ടാസ്ക്. പരമാവധി തിന്നു. അപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതിനുശേഷം എനിക്കൊരു പേര് വീണു ബിരിയാണി സജിന. കാരണം രണ്ട് സജിനമാരുണ്ട് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ കോളേജിൽ പിറ്റേ ദിവസത്തെ ബിരിയാണി ഇങ്ങനെ. ഇല്ല, അതെങ്ങനെയൊന്നുമില്ല അന്നത്തെ സമയത്ത്. പിന്നെ അവർ കുറേ ഇങ്ങനെ നോക്കി ഇതാക്കും, ഭയങ്കരമായിട്ട് റഫായിട്ട് പെരുമാറും. അങ്ങനെയല്ലേ ഉള്ള അവിടെയുള്ള കുട്ടികളാണെന്നല്ല, കുറേ മലയാളികളല്ല. ആ സമയത്ത് ഹോസ്റ്റലിലെല്ലാം മലയാളികൾ കുറവാണ്. ഞങ്ങൾ 2-3 ആൾക്കാരെ ഉണ്ടായിട്ട് 100-300ഓളം കുട്ടികളുള്ള ഹോസ്റ്റലായിരുന്നു ബൺസ് ഹോസ്റ്റൽ. അതെന്തുകൊണ്ട് അങ്ങനെ മംഗലാപുരത്തെ ഈ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം? എനിക്ക് തിരുവനന്തപുരം ലോ കോളേജിലൊക്കെ കിട്ടിയതാണ്. അപ്പം ഫാദർ ഇല്ലാത്തത് കൊണ്ട് അമ്മക്ക് കൊണ്ടുപോകാനുള്ള, എൻ്റെ ബ്രദർ അങ്ങനെ അവനും പഠിക്കുന്ന SM കോളേജിൽ. അപ്പം പിന്നെ ഇത്ര ദൂരെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ആക്ച്വലി തിരുവനന്തപുരത്ത് പോകാനായിരുന്നു ഇഷ്ടം. പക്ഷേങ്കിൽ മംഗലാപുരം ആകുമ്പോൾ കുറച്ചും കൂടി അടുത്തല്ലേ എന്നുള്ള നിലക്ക് അമ്മ അങ്ങനെയാണ് മംഗലാപുരം പ്രിഫർ ചെയ്തത്. പിന്നെ എൻ്റെ കൂടെയുള്ളൊരു കുട്ടി, എൻ്റെ അതേ പേര് സജിന എന്ന് പറഞ്ഞ കുട്ടി മംഗലാപുരത്താണ് ചേരുന്നതെന്ന് പറഞ്ഞു. അവരുടെ പള്ളിക്കുന്നിലാണ്. അവളിപ്പം ഗൾഫിൽ. നന്നായി പാസ്സായി. അവളിപ്പം ദുബായിലാണ്. ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ലീഗൽ അഡ്വൈസറായി. അപ്പോൾ സജിന അങ്ങനെ LLB കഴിഞ്ഞു, നാട്ടിൽ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് എന്തായിരുന്നു പരിപാടി? അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെയൊന്നും ആലോചിക്കാനുണ്ടായിട്ടില്ല. കാരണം വേറെ എവിടെയും പോകാനില്ല. അച്ഛൻ്റെ അവിടെ തന്നെ പോകണ്ടു. LLB കഴിഞ്ഞ ഉടനടി എൻറോൾമെന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനടി. എറണാകുളത്ത് എൻറോൾ ചെയ്തിട്ട് ഉടനടി അഡ്വക്കേറ്റ് P. മുസ്തഫ, അച്ഛൻ്റെ സന്തത സഹചാരിയാണ്. കണ്ണൂർ ബാറിലായിരുന്നു. P. മുസ്തഫ വക്കീൽ, അച്ഛൻ്റെ കൂടെയുള്ള അദ്ദേഹം ഇപ്പോഴത്തെ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിൻ്റെ ഫാദർ. വക്കീൽ എനിക്കായിട്ട് ഒന്നും നോക്കാനില്ല. കാരണം അതുവരെ ഞാൻ പുറമേന്ന് അറിഞ്ഞത് വക്കീൽ ഒരു ലേഡീസിനും ജൂനിയറായിട്ട് അതുവരെ ആരും വന്നിട്ടില്ല. വേറെ ഒന്നും വക്കീൽ പോയി. എനിക്ക് അവിടെ ഒരു സീറ്റ് വക്കീൽ അവിടെ ഉണ്ട്. ഗോപാലിൻ്റെ മകര് അത്രയും ഫ്രണ്ട്ഷിപ്പാണ്. അച്ഛൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അച്ഛൻ വക്കീൽ ഉച്ചക്ക് കോടതി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കസേരയിലാണ് എന്നെ ഇരുത്താറ്. ഇത് അച്ഛൻ്റെ കസേരയാന്ന് പറഞ്ഞു. അത് ഒരേ സെയിം ഓഫീസ്, യോഗശാല റോഡിൽ. അവരൊരുമിച്ച് ഒരു സീറ്റിൽ മുസ്തഫ വക്കീൽ, ഇപ്പുറത്തെ സീറ്റിൽ അച്ഛനും. അപ്പം അച്ഛൻ്റെ സീറ്റിൽ മകളെ അവിടെ നിന്ന് തുടങ്ങി. ഫസ്റ്റ് ഏത് കേസ് ഏൽപ്പിച്ചത് ഓർമ്മയുണ്ടോ? എനിക്ക് ഫസ്റ്റ് കിട്ടിയത് പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നുള്ള ഒരു ഫിലിമിന് ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിലെ ഇഞ്ചക്ഷൻ അതെന്തോ ഒരു തടയണം, അതിൻ്റെ ആർഗ്യുമെൻ്റാണ് കിട്ടിയത്. അപ്പോൾ അധികം ഡ്രാഫ്റ്റിംഗ് അവിടെ ചെയ്യാൻ വക്കീൽ ചെയ്ത് തന്നിട്ട് എനിക്ക് അത് ആർഗ്യുമെന്റ് ചെയ്യാൻ കിട്ടി. അത് ഞാൻ അങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ച് അങ്ങനെ അത് കിട്ടിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുൻസിഫ് കോടതി. അത് അങ്ങനെ തന്നെ ആർഗ്യുമെന്റ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ഗ്രാൻഡ്. പിന്നെ എനിക്ക് വക്കീൽ അന്ന് 250 രൂപ. ഭയങ്കര സന്തോഷമായി.
അത് കൂടെ ആരൊക്കെയാണ് ജൂനിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്? എടപ്പകത്ത് കൗസർ എടപ്പകത്തിന്റെ, പിന്നെ മുസ്താഖ് അന്നേരത്ത് വക്കീലിന്റെ മകൻ മുഹമ്മദ് ജസ്റ്റിസ്, ഇപ്പോഴത്തെ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് സാർ അവിടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഇടയ്ക്ക് അവിടെ വരും. കൗസറാണ് മെയിൻ ആയിട്ട് നിങ്ങൾ മൂന്ന് പേരാണ് ജൂനിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. വേറെ ഉണ്ടായിരുന്നോ ജൂനിയേഴ്സ്? വേറെ ആ സമയത്ത് എനിക്ക് ഇല്ല. പങ്കജ് വിജി എന്ന് പറഞ്ഞ ഒരാൾ. ആ കാലഘട്ടത്തിൽ കോടതി കാലഘട്ടം എത്ര കാലം അങ്ങനെ കണ്ണൂരിൽ പ്രാക്ടീസ് ചെയ്തു? കണ്ണൂരിൽ ഞാൻ 90, അതായത് 94 to 96 വരെ കണ്ണൂരിൽ പ്രാക്ടീസ് ചെയ്തു. മജിസ്ട്രേറ്റ് കോടതിയാണോ കൂടുതലും കഴിയുക? അന്നേരം മജിസ്ട്രേറ്റ് കോടതിയിലെ കണ്ണൂരുള്ളൂ? അല്ലല്ല, മുൻസിഫ്. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കും, മേലത്തെ മുൻസിഫ് കോടതിയിൽ. അന്നത്തെ കക്ഷികളായിട്ടുള്ള ഇടപാടുകളൊക്കെ എങ്ങനെയായിരുന്നു? കക്ഷികളുമായിട്ട് ഇടപാട് നല്ല ഇതായിരുന്നു. വക്കീൽ ഇഞ്ചക്ഷൻ ആർഗ്യൂ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ തമാശയാക്കിയിട്ട് ഇഞ്ചക്ഷൻ വക്കീൽ എന്ന് എന്റെ ഫ്രണ്ട്സുമാര് വിളിക്കും. കാരണം ബിരിയാണി സജിനയിൽ നിന്നും ഇഞ്ചക്ഷൻ വക്കീലിലേക്ക് വന്നു. അപ്പോൾ അധികം ഇങ്ങനെ ആർഗ്യുമെന്റ് എന്നെ ഏൽപ്പിക്കും. കൗസർ അധികം ഡ്രാഫ്റ്റ് ചെയ്യും, അത് ആർഗ്യുമെന്റിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട. കോടതിയിൽ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ എപ്പോഴെങ്കിലും ഒന്ന് സ്തംഭിച്ചു നിൽക്കേണ്ട സാഹചര്യം? സ്തംഭിച്ചല്ല, ഒരു തമാശയായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വലിയ സംസാരം, ഞങ്ങളെ അടുത്തുള്ള അഭിഭാഷകരായിട്ട് സംസാരിക്കും. ഇപ്പം കുറേ നേരം കേസ് പാസ്വേഡ് വെച്ച് വെച്ചാൽ കുറേ നേരം ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ശശിധരൻ മജിസ്ട്രേറ്റ്, സജ്ന യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞു കോളേജിൽ. അതല്ല, വേറെ ശശിധരൻ മജിസ്ട്രേറ്റ് ഉണ്ട് കണ്ണൂർ ബാറിലത്തെ. സജ്ന യു സ്റ്റാൻഡ് അപ്പ്. ഞാൻ വിചാരിച്ചു എന്താ എല്ലാവരും കക്ഷികളും എല്ലാം ഉണ്ട്, നാണക്കേട് എന്ന് വെച്ചാൽ എന്താ തന്നെ. ഞാൻ വെച്ച് കോടതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്, കേസിൽ എന്തെങ്കിലും ഡൗട്ട് വയ്ക്കാനാന്ന്. അപ്പം സാറ് പറഞ്ഞത് യു ആർ ടോക്കിംഗ് ടു മച്ച്, യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ കുറച്ചു നേരം അത് സിറ്റിങ്ങിനിടയിൽ തമാശയാക്കിയിട്ട്. അപ്പം നല്ല ഇതാണ് നമ്മളായിട്ട്, അതായത് ജൂനിയേഴ്സ് സൗഹൃദമാണ്. പിന്നെ അത് ഓർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ മകൻ തൃശ്ശൂരിൽ PC തോമസ് സാറിൻ്റെ അടുക്കാണ് MBBSൻ്റെ കോച്ചിങ് കഴിച്ചത്. അപ്പോൾ ഞാൻ ആ അപ്പം മകൻ അതിനുശേഷം അന്ന് ഒരിക്കൽ അവനെ ട്രെയിനിൽ കൊണ്ടാക്കിയിട്ട് രാത്രി എനിക്കൊരു കോള്. അതിനെ ഓർമ്മയുണ്ടോ? ഞാൻ ശശിധരൻ സാറ്, അന്നേരത്തെ സാറ് ഹൈക്കോടതിയിൽ കോഴിക്കോടോ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോടതിയിലാറ്റ ജഡ്ജായിട്ടുണ്ട്. അപ്പം പറഞ്ഞ് ഞാനിന്ന് എൻ്റെ പഴയ ഒരു നല്ല പരിചയമുള്ളൊരു മുഖം ട്രെയിനിൽ നിന്ന് കണ്ടു. ആ കുട്ടി ഭയങ്കര നെർവസ് ആയിരുന്നു. അപ്പം മോൻ പൊതുവേ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര നെർവസാണ്, അവന് ഹോം സിക്നെസ്സാണ് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ പിന്നെ അവനോട് പരിചയപ്പെട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ പണ്ട് നിർത്തിച്ച സജ്നയുടെ മകനാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ മകനോട് സാറിന് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, ഇതെല്ലാം ഓർത്ത് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു തമാശയൊക്കെ വിട്ടു. ആ സമയത്ത് നമ്മളെ ഒരു മജിസ്ട്രേറ്റുമാർ നന്നായി പഠിക്കട്ടെ എന്നുള്ള നില, ക്രോസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കട്ടെ, അതിലിടക്ക് സംസാരിച്ചുകൊണ്ട് നിർത്തിപ്പിച്ചതാണ്. അപ്പം അതെനിക്ക് എപ്പോഴും മറക്കാൻ, അത് എപ്പോഴും ആലോചിക്കും. ക്രോസ് പ്രത്യേകിച്ചും കോടതി വക്കീല് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മുസ്തഫക്കീൽ എല്ലാം നന്നായി പറഞ്ഞുതരും, എങ്ങനെയാ അത് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നല്ല വൃത്തിക്ക് പറഞ്ഞുതരും. അതുമാതിരി കൗസറും മുസ്താഖും ഒക്കെ നല്ല നന്നായി. മുസ്തഫക്കീൽ പ്രത്യേകിച്ച് ഒരു കേസിനെല്ലാം എന്തെല്ലാം വശങ്ങൾ എന്നെല്ലാം ഉള്ള നന്നായിട്ട്. അപ്പൊ അച്ഛന്റെ പാത പിന്തുടർന്ന് എത്ര വർഷം കണ്ണൂരിൽ അഭിഭാഷകയായിട്ടുണ്ടായിരുന്നു? ഞാൻ 96 വരെ, 2 വർഷം മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മാഹിയിൽ കല്യാണം കഴിച്ചുകൊണ്ടെന്ന്. അങ്ങനെ എന്താ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വരികയായിരുന്നു? എങ്ങനെയാ അത്? ഈ പ്രാക്ടീസിനിടയിൽ കല്യാണാലോചന വന്നതാണോ? എങ്ങനെയായിരുന്നു അത്? അതെ, പ്രാക്ടീസിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ടൈം ആകുമ്പോൾ നമ്മൾ അങ്ങനെ. എങ്ങനെയാ പ്രപ്പോസൽ വരുന്നത്? ആര് വഴിയൊക്കെ ആയിരുന്നു അന്ന്? അത് ഡയറക്റ്റ്, അതെ ഒരു ചന്ദ്രൻ, ഓർമ്മയില്ല അങ്ങനെ, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ. നമുക്ക് സാധാരണ ആ സമയത്തെല്ലാം ഇങ്ങോട്ട് വരിക എന്നല്ല, ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മാതിരി അല്ലല്ലോ. അന്നത്തെ കാലം എങ്ങനെയായിരുന്നു? അങ്ങനെയാണല്ലോ, വീട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ആൾക്കാർ വരല, അങ്ങനെയാണ്. ഇപ്പോൾ ജീവിത പങ്കാളിയുടെ പേരെന്താണ്? ശിവദാസ്. ശിവദാസൻ ശരിക്കും എവിടെയാ? മാഹിയില് പൂഴിത്തല. അങ്ങനെ താങ്കളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടില്, ഈ ചിരക്കലുള്ള വീട്ടിൽ വരും, തറവാട്ടിൽ വരും. എന്നിട്ട് അപ്പൊ അതിലിടെ കുറെ അഡ്വക്കേറ്റ്സ്മാരെ പ്രപ്പോസലെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എത്രാമത്തെ ആളാ കാണാൻ വന്നത്? അത് കുറേ ആളുണ്ടാവും. വക്കീലന്മാര് എല്ലാം ചോദിക്കുക മുസ്തഫ വക്കീലിനോടാണ്, കാരണം ഫാദർ ഇല്ലാതുകൊണ്ട്. അപ്പൊ മുസ്തഫ വക്കീൽ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഏത് മേഖലയിലുള്ള ആളെ കല്യാണം കഴിക്കാനാ താല്പര്യം? അപ്പം വക്കീലന്മാർ കുറേ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. കാരണം സ്വാഭാവികമായി ഫാദർ ഇല്ലാതുകൊണ്ട് ഫാദറുമായിട്ടുള്ള ബന്ധം അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വക്കീലിനോട് ആദ്യം ചോദിക്കുക.
അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, വക്കീലന്മാർ ഏതായാലും വേണ്ട. അതെന്താ അങ്ങനെ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചു ആ സമയത്തെ മാനസിക അവസ്ഥയാണല്ലോ. പ്രൈവറ്റ് കേസാണല്ലോ, ഇനി രണ്ടാക്കും പണിയില്ല ആ രീതിയിൽ. അപ്പം വക്കീല് ചോദിച്ചു അതെന്താ വക്കീലന്മാർ വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് പക്ഷെ വക്കീലിനോട് പറയാൻ പറയും. ഇപ്പം ഞാൻ ആലോചിക്കും അപ്പം വക്കീലല്ല, വക്കീലായിട്ട് വക്കീലിനെ വേണ്ടാന്ന് പറയാം. വക്കീലെന്നാ ശരി, അതൊരാളുടെ താല്പര്യമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം വക്കീൽ തന്നെ എന്നോട് പറയും, നീ ഇവിടെ പ്രാക്ടീസിന് വന്നതിന് ശേഷം ഇഷ്ടംപോലെ ആലോചനകൾ, അത് സ്വാഭാവികമാണല്ലോ, ആലോചനകൾ വരുന്നുണ്ട് എൻ്റെ അടുക്ക്. അപ്പം ഞാൻ വക്കീലന്മാർ വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാവരോടും ഓളിപ്പോൾ അങ്ങനെ വക്കീലന്മാർ വേണ്ട എങ്കിൽ പിന്നെ ആര് വേണമെന്ന ചോദ്യത്തിൽ അങ്ങനെയൊന്നുമില്ല. അത്രേ പറഞ്ഞു. വേറെ വക്കീലന്മാരോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല, കൂടുതൽ ആ സമയത്തെ ചിന്താഗതി അങ്ങനെയായിരുന്നു. രണ്ടുപേർക്കും പണിയില്ലാതായി പോയാലോ എന്ന ചിന്ത. അപ്പൊ ശിവദാസൻ ഏത് മേഖലയിലുള്ള ആളായിരുന്നു? ബിസിനസ്സുകാരനാണ്. നമുക്ക് ജാതകം വെക്കണം, അങ്ങനെയെല്ലാം ഉണ്ടല്ലോ പഴയ ഫാമിലി. ജാതകം ഒത്തു, അങ്ങനെ സാധാരണ അങ്ങനെ ജീവിതം, പുതിയ ജീവിത പങ്കാളിക്കൊപ്പം. ഏത് ഇയറിലാണ്? ശിവദാസൻ ഒരു ലിറ്റിഗന്റാ, പക്ഷെ ഞാൻ എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള കക്ഷികളെ എത്ര തന്നെ കേസ് എപ്പോഴും ശിവദാസനും അവരെ ഫാദർക്ക് എപ്പോഴും കേസുകളുണ്ട്. ഓ അല്ല, അതല്ല കേസുകൾ, അവര് ലിറ്റിഗൻസാ, അവരെപ്പോഴും പരാതിക്കാര സ്ഥിരം നല്ല കക്ഷികളെ ജീവിത പങ്കാളിയോടൊപ്പം തന്നെ നല്ല കക്ഷികളെയും ഒരു അഭിഭാഷകൻ ചെക്ക് കേസും അങ്ങനെയുള്ള പല കേസുകളും എല്ലാം ഉള്ള. അങ്ങനെ ചിറക്കലിൽ നിന്നും മാഹി പൂഴിത്തലയിലേക്ക് പറിച്ച് നടപ്പെടുകയാണ്. പൂഴിത്തലയിൽ മാഹിയിൽപ്പെട്ട സ്ഥലത്തായിരുന്നു, അത് മാഹിക്ക് പുറത്തായിരുന്നു നിങ്ങൾ താമസിച്ചത്? മാഹിയിൽ തന്നെ അവിടെ താമസം തുടങ്ങുകയാണ്. ശിവദാസന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ? തറവാടായിരുന്നു അന്ന്? അവിടെ ഫാദർ, മദർ. എത്ര മക്കളാണ് അവര്? അവർ 5 ആൾക്കാർ. എത്രാമത്തെ ആളായി ശിവദാസൻ? ഇവര് 2ാമത്തെ ആളാണ്. അപ്പൊ കൂട്ടുകുടുംബമാണ്, വലിയ കൂട്ടുകുടുംബം. അവിടെ സിസ്റ്റേഴ്സ് എല്ലാം ചെന്നൈയിലും ഉണ്ടായിരുന്നു. 4 സിസ്റ്റേഴ്സും ഒരു ബ്രദർ. അവര് വിവാഹം കഴിഞ്ഞ് ഒരാൾ ചെറക്കലിൽ തന്നെയുണ്ട്, ഒരാൾ ചെന്നൈയിൽ, പിന്നെ ഒരാൾ അവരെ ചാത്തു നായർ എന്ന് പറഞ്ഞ അവരെ മാമന്റെ മകനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. സിംഗപ്പൂർ ചാത്തു നായർ, ഒരു പിന്നെ ചാപ്പൻ നായർ, അവരെല്ലാം കൂടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയാണ് കഴിച്ചത്. പിന്നെ ഒരു സിസ്റ്റർ അവിടെയുണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവിടെ ജീവിതം തുടങ്ങി. അവിടെ എത്തിയിട്ട് പിന്നെ എവിടെയാണ് പ്രാക്ടീസ്? കണ്ണൂരിൽ തന്നെ വരുന്നുണ്ടോ? പിന്നെ ഞാൻ KT രാഘവൻ നമ്പ്യാർ, തലശ്ശേരി കോടതിയിൽ KT രാഘവൻ നമ്പ്യാർ. ആദ്യം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നതിന് ശേഷം വക്കീൽ പറഞ്ഞ് ഇത്ര ദൂരം ട്രാവലിങ്, കുറച്ചു കാലം ഞാൻ വന്നിരുന്നു, മാഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്നിരുന്നു. പിന്നെ വക്കീൽ തന്നെ എന്നോട് പറഞ്ഞു, നീ തൽക്കാലം വക്കീലിൻ്റെ മകൻ്റെ കേസ് തലശ്ശേരിയിലുള്ള മാറ്റർ നോക്ക്. അങ്ങനെ ഞാൻ മുസ്താഖിൻ്റെ കൂടെ തലശ്ശേരിയിൽ തലശ്ശേരി പ്രാക്ടീസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആദ്യം ഉപ്പാന്റെ കൂടെ പിന്നെ മകന്റെ കൂടെ അല്ലെ? മുസ്താഖ് മകനല്ലേ? മുസ്തഫീലിന്റെ കൂടെ ആദ്യം, ഉപ്പയുടെ കൂടെ ആദ്യം, പിന്നെ മകന്റെ കൂടെ. KT രാഘവൻ നമ്പ്യാരെ KT രാഘവൻ നമ്പ്യാരെ കൂടിയും കുറച്ചു കാലം ഉണ്ട്. ഞാൻ AP അശോകൻ സാറ് കൂടിയും കുറച്ച് കാലം അങ്ങനെ തലശ്ശേരി കോടതി പ്രാക്ടീസ് തുടങ്ങി. അപ്പോഴത്തേക്ക് ആദ്യത്തെ കുട്ടി തലശ്ശേരിയിൽ വന്നതിന് ശേഷം പിന്നെ 2ാമത്തെ മകൻ 2000 അല്ല, ആദ്യത്തെ മകനാണല്ലോ ഞാൻ ഈ പറഞ്ഞ എന്റെ ഓർമ്മയിലെ 2 വയസ്സുകാരൻ. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ അന്ന് കാർ ഓടിക്കുന്നു, 25-30 വർഷം മുമ്പൊക്കെ കണ്ണൂർ ജില്ലയിൽ 25 വർഷം മുന്നേ എപ്പോഴാണ് ഡ്രൈവിംഗ് പഠിച്ചത് ശരിക്കും? ഞാൻ എന്റെ കല്യാണം കഴിച്ചതിന് ശേഷം അവര് പഠിപ്പിച്ചത്. ഭർത്താവ് തന്നെയാണ്, ശിവദാസൻ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ ഈ കുഞ്ഞിനെ എന്താ ഇങ്ങനെ പ്ലേ സ്കൂളിലേക്ക്, അന്നത്തെ കാലത്ത് ആ പ്ലേ സ്കൂളിൽ ആകെ 5 കുട്ടികളോ 6 കുട്ടികളോ ഉണ്ടായിരുന്നു. ഒരു സജിത പ്ലേ സ്കൂളും അല്ല, ഇവര് ക്രഷ് മാതിരിയാണ്, അതായത് 1-1.5 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സജിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഇവരെല്ലാം നോക്കിയിരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു അംബാസഡർ കാറിൽ ഈ കുട്ടിയെ വളരെ സാഹസപ്പെട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം ഈ 2 വയസ്സുള്ള കുട്ടിയെ ലെഫ്റ്റ് സൈഡിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സീൻ തന്നെ ഞാനൊന്നൊരു ചേതക് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെന്നറിയാം. ചില സമയത്ത് നമ്മൾ ഒരുമിച്ച് ആണ് വരിക. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഡോറ് തുറക്കുന്നതും കുട്ടിയെ എടുക്കുന്നതും സാഹസപ്പെടുന്നതും കയറുന്നതും സ്റ്റെപ്പ് കയറി കൊണ്ടുവരുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുവരാൻ കാരണം? അന്ന് ഇത്തരം സാഹചര്യങ്ങൾ കുറവായിരുന്നു. 2 വയസ്സുമില്ല എൻ്റെ ഓർമ്മ, മകൻ 1.5 വയസ്സ്. അതായത് വീട്ടില് പിന്നെ അമ്മക്ക് സുഖമില്ല, പിന്നെ വേറെ വീട്ടിലാരും എല്ലാവരും പല സ്ഥലത്ത് കല്യാണം കഴിച്ചു പോയതുകൊണ്ട് നോക്കാൻ ആളില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പ്രാക്ടീസ് ഒരു ഉച്ചവരെയെങ്കിലും നിൽക്കാന്നുള്ള, ഇവരും അതിന് സപ്പോർട്ടാണ്.
അപ്പം മോന് അങ്ങനെ ആ ചെറിയ ആ ടൈമിൽ കുറച്ച് അങ്ങനെ തീരെ വിട്ട് കളയേണ്ട പ്രാക്ടീസ് ഉള്ളതിലേക്ക് ഒരു 10:30 മണി എത്തിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞാൻ മടങ്ങല. അപ്പോൾ അവനിടക്ക് അവിടുന്ന് ചെന്ന് നോക്കാം, തൊട്ടടുത്താണല്ലോ കോടതി, ആ രീതിയിൽ അവനവിടെ ആക്കി. അതിവിടെ ഒരു പ്ലേ സ്കൂളൊന്നുമല്ല, ഒരു ക്രഷാണ്. പിന്നെ ഇവൻ ഭയങ്കര കുരുത്തക്കേട്, അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര കുരുത്തക്കേട്, അതുകൊണ്ട് നിന്നെടുക്ക നിൽക്കൂല അവൻ. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാക്കി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ബുദ്ധിമുട്ടാവും. എനിക്ക് തോന്നുന്നു ഒരു വർഷം 1.5 വർഷം. തലശ്ശേരിയിൽ ഞാൻ KT-യുടെ കൂടെ KT മുസ്താഖ് ആ കാലയളവിൽ ഞാനൊരു 2000 വരെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കേസുകളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ആ കാലഘട്ടത്തിന്റെ അതെ. എനിക്ക് മെയിനായിട്ട് മുസ്താഖിന് അധികം സിവിൽ മാറ്റർ ഉണ്ടാവും. സിവിൽ മാറ്റർ KT രാഘവൻ സാറടിക്കും സിവിൽ മാറ്റർ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഗോപാൽ ഡയറിൻ്റെ ഒഴിപ്പിക്ക കേസെല്ലാം താഴേന്ന് തോറ്റ ഒരു കേസ് ഉണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതപ്പം ഞാൻ ഹൈക്കോടതിയിലെത്തി ഗോപാൽ ഡയറി ആ കേസിൽ എനിക്ക് വക്കാലത്തുള്ള കേസിൽ ഫെയിലായ മാറ്ററിൽ പത്മനാഭ സാറ് ജഡ്ജിന്റെ പിന്നെ മുസ്താഖ് സാർ പിന്നെ ഭയങ്കര എൻകറേജിങ് ആണ്, നമ്മളൊക്കെ തന്നെ കേസ് ഫുള്ളായി നടത്തിക്കോ എന്നുള്ള നിലയിൽ തന്നെ ഫയൽ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് ആർഗ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു, അയ്യോ സാറേ ഞാൻ ആർഗ്യൂ ചെയ്യാനോ, വലിയ കേസല്ലേ, അപ്പീൽ മാറ്റർ, അതിനെന്താ ആർഗ്യൂ ചെയ്തോളൂ, നല്ലോണം വായിച്ചിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ആർഗ്യൂ ചെയ്തു, കേസ് ജയിച്ചു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഓരോ തമാശകളും. പ്രധാനപ്പെട്ട കേസാണ് ആദ്യത്തെ സിനിമാ കേസ് ഏതായിരുന്നു? പിടക്കോഴി കേസിലാണ് പ്രധാനമായ വിധി സംഭവിച്ചത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കേസുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. പിന്നെ തലശ്ശേരിയോട് വിട പറയാൻ കാരണം എന്താണ്? പിന്നെ തലശ്ശേരിനോട് ഞാൻ ഇടക്ക് അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇവരെ മാഹി മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 ചെക്ക് കേസുമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കേസും ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ പ്രോപ്പർട്ടി കേസെല്ലായിട്ട് മാഹി കോടതിയിൽ വന്നു വിട്ടു. അങ്ങനെ മാഹി കോടതിയിൽ പോയപ്പോൾ എനിക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോഴേക്ക് എനിക്ക് ലീഗൽ സർവീസിൽ പല ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങളും കിട്ടി. അങ്ങനെ അവിടെ സമയം ചെലവഴിക്കേണ്ടി വന്നു. അല്ല, തലശ്ശേരി വലിയൊരു തലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിന്യായ സംവിധാനത്തിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം. 223 വർഷം പിന്നിടുകയാണ് തലശ്ശേരി കോടതി. അത് ഭയങ്കര തമാശയുള്ള വക്കീലന്മാരുടെ 200 വർഷം പൂർത്തിയാകുന്നത്. ആസഫ് അലി അന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. എന്താണ് തമാശ? എന്താണ് ഭയങ്കര സീനിയേഴ്സ് എല്ലാം ഭയങ്കര തമാശകൾ പറയും. എനിക്ക് വിജയലക്ഷ്മണൻ ബാലം വക്കീല്. അപ്പൊ ഞങ്ങള് ഒരു 11:30-12:30 മണിയാകുമ്പോ ക്യാൻറ്റീനിൽ പോകും. അപ്പൊ ചന്ദ്ര ഇതെന്താ പൊറോട്ടയെല്ലാം ബാക്കി കാണുന്ന സജിനിയും ടീമൊന്നും ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള പിന്നെ ഒരിക്കൽ എൻ്റെ ഓർമ്മ എല്ലാവരും ചിരിച്ചൊരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ 2ാമത്തെ മകനെ പ്രഗ്നൻ്റായി നിറവയറാണ്. അപ്പോൾ നമ്മളെ ഇവരില്ലേ KT ജയകൃഷ്ണൻ മാസ്റ്റർ വിധി പറഞ്ഞ ജഡ്ജി ചന്ദ്രദാസ് അത് ആ കോടതിയിൽ ഞാനൊരു മാറ്ററിൻ്റെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി ഹർജി മൂവ് ചെയ്ത്. സാറ് നമ്മളെ കോടതി ഓഫീസിൽ നിന്നുള്ള ഹർജി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്താഖിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഹർജി അല്ലെ KT-ന്ന് ഉള്ള ഹർജിയൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഡെലിവറിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്ത്. ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ ചന്ദ്രദാസ് ഡെലിവറിക്ക് വൈ യു നീഡ് പോലീസ് പ്രൊട്ടക്ഷൻ, ഹൗ മെനി പോലീസ് പേഴ്സൺസ് യു നീഡഡ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്നു, അത് ഞങ്ങൾ ഡെലിവറിക്ക് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ആമീൻ പോയിട്ട് ബിൽഡിംഗ് ഒഴിപ്പിക്കുന്ന ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പം കോർട്ട് ചോദിച്ച് എത്ര പോലീസുകാരാണ് ഡെലിവറിക്ക്, യു നീഡ് ഹൗ മെനി പോലീസ് പേഴ്സൺസ് ഫോർ ഡെലിവറി എന്ന് വെച്ചു. അപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, സർ ഐ നീഡ് 1 ഈസ്. അപ്പം എനിക്ക് പെട്ടെന്ന് എന്താണെന്നുള്ളത്, പിന്നെ കോടതി മൊത്തം ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഓടിയത്. അപ്പം സാറ് അതെ തമാശയാക്കിയ സാർ അത് ആ സമയത്ത് കോടതി. പിന്നെ വിജയലക്ഷ്മണ വക്കീല് പറയും, ഞാൻ ഈ സാറ് പറഞ്ഞ ഒരു അംബാസിഡർ കാറിൽ നിറവയറുമായിട്ട് ഏതാണ്ട്
ഏതാണ്ട് 8-9 മാസമാകുമ്പോൾ വരുമ്പോൾ എന്നോട് പറയും, ഇനി നീ കാർ ഓട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ നിറവയറും എത്തിയിട്ട് സ്റ്റെയറിങ്ങിൻ്റെ അടുത്ത് കാർ ഓട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നിന്റെ കാല് ഞാൻ അടിച്ചോടിക്കും. നിറവയറായിരിക്കുമ്പോഴും അങ്ങനെ കാർ ഓടിച്ചു എനിക്കങ്ങനെ കാർ അങ്ങനെ ശീല. എനിക്ക് തോന്നുന്ന തലശ്ശേരിയിൽ സ്ഥിരമായിട്ട് കാർ ഓടിച്ചു വരുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കൂടുതൽ ആളുകളൊന്നും നമ്മൾ അല്ലേ 25 വർഷം 27 വർഷം മുമ്പ് തലശ്ശേരിയിൽ അങ്ങനെ കാർ ഓടിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, അല്ലേ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഡ്രൈവിംഗ്, ആ കാലഘട്ടത്തിലെ ഡ്രൈവിംഗ്? ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പെണ്ണുങ്ങളൊന്നും ഡ്രൈവ് ചെയ്യാത്തൊരു കാലത്ത് അന്ന് നിങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ സത്യം പറഞ്ഞാൽ ഇവര് പറയും കാർ എന്ന് പറഞ്ഞാൽ എൻ്റെയും മകൻ്റെയും വീടാ, മകൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. അപ്പം ഞാനിവനായിട്ട് അടി, ഇവൻ ചോക്ലേറ്റിൽ കഴിച്ചിട്ട് ചിലപ്പോൾ എൻ്റെ കോടതി ഗൗണിലെല്ലാം തുടച്ചു വരും. അപ്പം അങ്ങനെയുള്ള ചെറിയ മോനല്ലേ, 1.5 വയസ്സുള്ള. അപ്പം അത് നമ്മളൊരു വീട് മാതിരിയാ. അതുമാതിരി അവൻ ഉച്ചക്ക് വരുമ്പോൾ ചൂടെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇതാക്കി നിൽക്കുക. അപ്പം ആ ഒരു കാറ് തന്നെയാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ചു നേരം അങ്ങനെ നിന്ന് അതന്നെ ഓർമ്മ. എൻ്റെ മകനെയും കൂട്ടിയിട്ടുള്ള. ഇല്ലില്ല, അത് ഇവര് സൈഡ് ഇവരിങ്ങനെ കുറേ കാലം അത് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഇവര് പിന്നെ അംബാസിഡർ മാറ്റിയതിന് ശേഷം ഇടയ്ക്കിടെ കാറ് മാറ്റുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടായത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 8ാമത്തെ കാറാ തോന്നുന്നു. ആ കോടതി കാലഘട്ടത്തിൽ ഈ പറയുന്ന നർമ്മങ്ങൾക്കപ്പുറം ഓർമ്മയിലെന്നും ജ്വലിച്ചു നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അതുപോലെ യാത്രക്കിടയിലുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ ആ കാലത്തൊരു സ്ത്രീ വാഹനം ഓടിച്ചു പോകുമ്പോൾ കൗതുകത്തോടുകൂടി ആളുകൾ നോക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഓർമ്മയുണ്ടോ മനസ്സിൽ? എനിക്കങ്ങനെ യാത്രയില് ഇതുവരെ തീർച്ചയായും പോണ്ടിച്ചേരി വരെ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പോണ്ടിച്ചേരിയിൽ ഒരു 6:30-7 മണിയാവും. ഇപ്പോഴും ബാംഗ്ലൂരിൽ അത് മകനാ സ്റ്റോപ്പ് ചെയ്യിച്ചത്. 3-4 വട്ടമായി വണ്ടിയെടുത്ത് ബാംഗ്ലൂരിൽ മൈസൂർ. അത് ഇവരൊരു സ്ട്രിക്റ്റും ഇല്ല, അവർക്ക് അത്രയും സ്പീഡിലും. പക്ഷെ മകൻ പറഞ്ഞു ഇനി അമ്മ. ഈ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്? ലീഗൽ സർവീസ് അതോറിറ്റി മജിസ്ട്രേറ്റ് ടെസ്റ്റ് എപ്പോഴാണ് എഴുതിയത്? അത് 2002 ഫസ്റ്റ് ആദ്യം കേരള മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതി എനിക്ക് കിട്ടിയില്ല. പിന്നെ പോണ്ടിച്ചേരി സർവീസിൽ കേരള ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സായില്ല. പോണ്ടിച്ചേരി സർവീസ് എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്കും തമിഴ്നാട്, പോണ്ടിച്ചേരി ഫസ്റ്റ് റാങ്കും തമിഴ്നാട് 4th റാങ്കും കിട്ടി. അപ്പോൾ കുട്ടികൾ ചെറുതായിരുന്നു. അപ്പം പിന്നെ അതും വരാനുള്ള ഇപ്പോഴത്തെ കാലഘട്ടം പോലെയല്ലല്ലോ, പഴയ കാലഘട്ടമല്ല. ഇല്ലില്ല, അത് തമിഴ്നാട് പോണ്ടിച്ചേരി ഒരുമിച്ചാണ് ആ സമയത്ത്. തമിഴ്നാടുള്ള 4th റാങ്ക്. തമിഴ്നാട്ടിൽ 4th റാങ്ക്. അപ്പോഴേ ഞാൻ അല്ലല്ല, മുസ്താഖ് എഴുതിയതല്ല, അവരെല്ലാം ജഡ്ജസ് ആവുന്നതല്ലേ. അവരെല്ലാം മുസ്താഖും കൗസർ അടപ്പത്തെല്ലാം ഡയറക്റ്റ് വന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ സജീവമായി. ഇപ്പോഴും അഡീഷണൽ ഡ്യൂട്ടി കൗൺസിലർ അഡ്വക്കേറ്റ് സജിനയുടെ ഈ 20 വർഷക്കാലമുള്ള ഈ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എങ്ങനെയാണ് സെലക്ഷൻ കിട്ടുന്നത്? ലീഗൽ സർവീസ് അതോറിറ്റി ആദ്യം തന്നെ നമ്മളെ ജഡ്ജായിരിക്കും അതിന്റെ ചെയർമാൻ. എപ്പോഴും അവിടെയുള്ള അതാത് സമയത്ത് ഇപ്പോഴും കമ്മിറ്റിയിലെ 2 ആള്, അല്ല ഒരു അതായത് ജഡ്ജ്, ഒരു ചെയർമാൻ, ഒരു അഡീഷണൽ ഡ്യൂട്ടി കൗൺസിൽ, ഒരു ലീഗൽ. അതാണ് ഞാൻ അഡീഷണൽ ഡ്യൂട്ടി. എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുക, അതുമാതിരി ക്ലിനിക്കുകൾ, ലീഗൽ സർവീസ് ക്ലിനിക്കുകൾ നടത്തുക. നിയമോപദേശം സൗജന്യമായി ധാരാളം. അതിനകത്ത് മനസ്സിൽ തങ്ങിയ സംഭവങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? തീർച്ചയായും ഓർമ്മയുണ്ട്. ഏറ്റവും മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു വിഷയം പറയാൻ പറ്റുമോ? അതെനിക്ക് ഒരു വികലാംഗനായ ഒരു ആളാണ്. ആ വ്യക്തി അവരെ ഓട്ടോ അവരെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയത് കൊണ്ട് 10 വർഷമായിട്ട് അവർക്ക് ലൈസൻസ് കൊടുത്തില്ല. പെർമിറ്റ് ഇത് കിട്ടുന്നത് അത് കൊടുത്തില്ല. അങ്ങനെ അവർ എത്രയോ കാലഘട്ടമായിട്ട് കയറി ഇറങ്ങിയിട്ട് നടക്കാതൊരു സംഭവം അവർ നമ്മളെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിനുവേണ്ടി അത്രയും പ്രയത്നിച്ച് മാഹി പോണ്ടിച്ചേരിയായിട്ട് അത്രയും ബുദ്ധിമുട്ട്. അവരെ ഓട്ടോ അതിനനുസരിച്ച് ഒരു ചെറിയ ഒരു ഇതുണ്ട്, അവരെ ടെക്നിക്കാലിറ്റി അത്രയും പരിശ്രമിച്ചിട്ടാണ് അയാൾക്ക് ആ ഒരു ലൈസൻസ് വാങ്ങിക്കൊടുത്തത്. അതാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം. വേറെ ധാരാളം ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി, നമ്മൾ ആരും പേര് പറയരുതല്ലോ, ഒരു കുട്ടിയെ ഞാനുമായിട്ട് എഫ്ഐആർ ആണ്. ഇപ്പോഴത്തെ കുട്ടികളെ ഇതാണെന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല. അപ്പോൾ
അരജി വന്ന്. അവൾ എൻ്റെ കൂടെ വരാൻ അവൾക്ക് ഇഷ്ടം. അവൾ മാനസികമായി വിഷമത്തിലുള്ളത്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച, പക്ഷേ വീട്ടിൽ അപ്പം എപ്പോഴും നമുക്ക് ലീഗൽ സർവീസിലൊരു മാറ്റർ പരിഗണിക്കണമെങ്കിൽ അതിന് നമ്മുടെ ചെയർമാൻ്റെ സൈനോടുകൂടി എനിക്കത് വേണ്ട വിധത്തിൽ ചെയ്താൽ എനിക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ പോയി. അവർ വീട്ടിൽ ചെന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ, കാരണം പെൺകുട്ടിയാണല്ലോ വീട്ടിൽ പാർപ്പിച്ച് പരാതി. പയ്യൻ്റെ പരാതിയിൽ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. പെൺകുട്ടിയുടെ പാരൻസ് ഒരു തരത്തിലും അവരെ കാണാൻ, ലീഗൽ സർവീസ് അതോറിറ്റിയിലാന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് കഴിഞ്ഞാലും കാണാൻ അവർക്ക് മനസ്സിലായി പയ്യൻ്റെ പരാതിയിൽ ഞാൻ വരുന്നതെന്നുള്ളത്. എങ്കിലും ഞാൻ സംസാരിച്ച്, അപ്പോൾ അവർ കുട്ടിയെ വിട്ടില്ല എൻ്റെ കൂടെ. കോടതിയിലേക്ക് ജഡ്ജി കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. പിന്നീട് വിളിച്ച് പറഞ്ഞു. പിന്നെ കുട്ടീനെ വിട്ടതിന് ശേഷം അമ്മയുണ്ടായിരുന്നു പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരത്രയും കുട്ടീനെ മാനസികമായിട്ട് പറഞ്ഞ് ഇനി അവൻ്റെ കൂടെ പോയില്ല എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബന്ധമല്ല, ആ രീതിയിലൊക്കെ കുട്ടീനെ സെറ്റാക്കിയതാണ്. അപ്പോൾ പിന്നെ കുട്ടി കോടതിയിലെത്തിയപ്പോൾ മനസ്സ് മാറി. അവന് ആ പയ്യനുമായി സംസാരിച്ചപ്പോൾ മനസ്സ് മാറിയിട്ട് ആ പയ്യൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ആ അമ്മ വാവിട്ട് നിലവിളിച്ചു, സജന വക്കീലെ, നിങ്ങളല്ലേ എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് പയ്യന് കൊടുത്തത്. എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ഞാൻ അവളോട് എനിക്ക് പിന്നെ ഭയങ്കര വിഷമായി. അപ്പം വക്കീലന്മാരും പറഞ്ഞു, ഇതിങ്ങനെ മാരേജ് ഇതെല്ലാം ഇങ്ങനെ ലീഗൽ സർവീസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ കേസായി വരേണ്ട സംഗതികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു തടങ്കൽ പാർപ്പിച്ച് ഹേബിയസ് ഒക്കെ പോകേണ്ട കേസാണ്. ഇങ്ങനെ ലീഗൽ ഇല്ലില്ല, ഹൈക്കോടതി ചെന്നൈ പോകണം. അങ്ങനെയുള്ള കേസുകൾ ആ രീതിയിൽ പോലെ ലീഗൽ സർവീസിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇടപെടും. സിവിൽ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ധാരാളം ക്ലിനിക്കുകൾ, അതായത് ലീഗൽ ക്ലിനിക്കുകൾ നടത്തിയിട്ട് ഞങ്ങൾ പേപ്പറിലൂടെ ധാരാളം നോട്ടീസുകൾ സപ്ലൈ ചെയ്യും. 3000, 4000, 5000 നോട്ടീസ് സപ്ലൈ ചെയ്തിട്ട് കംപ്ലൈൻ്റ് ഉള്ളവർ വന്ന് നമ്മളെ ക്ലിനിക്കിൽ വന്ന് പരാതി തന്നു കഴിഞ്ഞാൽ നമ്മളിരുന്ന് ആ പരാതിയിലെ വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ട് ഓരോ ആൾക്കാർ അദാലത്തിൽ വിളിച്ചിട്ട് പരമാവധി തീർക്കും. അങ്ങനെ 20 വർഷമായിട്ട് ആ രംഗത്ത് സജീവമാണ്, ഇപ്പോഴും തുടരുന്നു. അതൊരു സാമ്പത്തികം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. എന്താണ് വരുമാനം അതിനകത്ത്? ഒരു വരുമാനവും. പക്ഷെ മനസ്സിന്റെ എന്റെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റുള്ള പ്രാക്ടീസോ ചെറിയ ഞങ്ങൾക്ക് അവിടെ മാഹിയിൽ ഞാൻ പറഞ്ഞില്ല, വലിയ കോടതിയല്ല, MC കേസുകളും അങ്ങനെയുള്ള പ്രാക്ടീസ്, ചെറുതല്ല. ഇപ്പോഴും ഡിസ്ട്രിക്ട് കോടതി വന്നുകൊണ്ട് പവർ ഉണ്ട്. ഇല്ലില്ല, തലശ്ശേരി എപ്പോഴും ഉണ്ട്. വക്കാലത്തുണ്ട്. അതെന്റെ കൂടിയുള്ള റോമിള ദേവദാസിനും പിന്നെ കൂടിയുള്ള ദീപ വക്കീലിനും എല്ലാം അങ്ങനെ ജോയിന്റ് ആയിട്ട്. കൂടെ എന്റെ കൂടെ സുരേഷ് ഇപ്പോഴില്ല. ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് ഉള്ളത്. ഇപ്പൊ മാഹിലത്തെ പൊളിറ്റിക്സിൽ എങ്ങനെ വന്നു വിട്ടു? കോൺഗ്രസിന്റെ വലിയ നേതാവൊക്കെ ആയിട്ട് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അതങ്ങനെ അങ്ങനെ വന്ന് പെട്ടതാണ്. കോൺഗ്രസ്സുകാരനാണോ അവര്? ആ കോൺഗ്രസ് ഫാമിലി നേതൃത്വത്തില് പിന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ അത് കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ മാഷ് ഹരിദാസ് മാഷ് കൂടെ ഞാൻ മാഷൊരു സോഷ്യൽ വർക്കറാണ്. അപ്പം ഞങ്ങളെ പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ എല്ലാം പല സമരങ്ങളിലും ഞാനും മാഷ കൂടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മാഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM സപ്പോർട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു 3-4 ദിവസം അദ്ദേഹത്തിന് വേണ്ടി പെർമനന്റ്. അതെ. പിന്നെ ഞാൻ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് പൊളിറ്റിക്സേ ഇല്ല. ഈ രാഷ്ട്രീയ രംഗം, നിയമരംഗം, ഇത് രണ്ടും പറഞ്ഞു. കലാരംഗത്ത് എങ്ങനെ ഈ പണ്ട് ചെയ്തിട്ടുണ്ട് ഈ മോഹിനിയാട്ടവും കുച്ചിപ്പുടിയൊക്കെ പിന്നെ എങ്ങനെയാ സജീവമായിട്ട് കടന്നു വന്നത്? കലാരംഗത്ത് ആക്ച്വലി പിന്നെ സജീവമാകാൻ കാരണം എൻ്റെ മൂത്ത മകനാണ്. മൂത്ത മകൻ ഇതുപോലെ നന്നായി പാടും, വയലിൻ വായിക്കും, ഇതൊക്കെ വായിക്കും. അപ്പം മലയാള കലാഗ്രാമത്തിൽ മകനെ അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് നിർബന്ധിച്ചിട്ട് വീണ്ടും കലാപ്രവർത്തനം. അപ്പോൾ എനിക്ക് അമ്മയായി അപ്പോൾ ഒരു കലാപ്രവർത്തന സാഹചര്യം പെട്ടെന്ന് ഒത്തുവരുന്ന മാതിരി തോന്നിയില്ല. ആസ് എ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന പോരാതെ ലീഗൽ സർവീസ് പരിപാടികളെല്ലാം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഭരതനാട്യത്തിന് ചേരുമോ എന്നുള്ളൊരു ഭരതനാട്യം ഞാൻ ചെറുപ്പത്തിൽ ബ്രേക്കിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 വീണ്ടും ഒരു 10 ആ സമയത്ത് കലാഗ്രാമത്തിൽ തന്നെ നമുക്ക് മെയിൻ വേദിയാണ്, പ്രോഗ്രാം ഉണ്ട്. അതാണ് നമ്മുടെ കുച്ചിപ്പുടിയിലേക്ക് ഭരതനാട്യത്തിന് ഒപ്പം തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ കുച്ചിപ്പുടിയിലേക്ക് ഒറീസയല്ല, അത് ഇതാണ് നോർത്ത്
കഥക്ക് എങ്ങനെ വന്ന് കഥക്കിലേക്ക് നിങ്ങൾ എങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? അപ്പൊ കണ്ണൂർ ഒരു ഗുരുവിനെ അന്വേഷിച്ചപ്പോ കണ്ണൂർ അല്ല, കഥക്ക് കഥകിലേക്ക് താല്പര്യം നല്ല ഗുരുവിനെ അതെ 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 ഈ അതാ ഞാൻ പറഞ്ഞ മോഹിനിയാട്ടം ഹസ്ബൻഡ് കുച്ചിപ്പുടി ഓക്കേ. കഥക്ക് എങ്ങനെ കടന്നു വരുന്നു? കഥക്ക് കടന്നു വരുന്ന ഞാൻ പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ആയിരുന്നു അത്. ഞാൻ ആദ്യം തന്നെ കഥകിലേക്ക് കഥക്കിലേക്ക് പോയ പോരായിരുന്നു. അല്ല മൂപ്പര് ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ നമ്മളെ ഭരതനാട്യമായി ഒരു ഡാൻസിനും പോകണം എന്നുള്ള മനസ്സാൽ ആഗ്രഹമില്ല. ആഗ്രഹിച്ചില്ല. മാത്രമേ അതെ ഉണ്ടായിട്ടില്ല. അതിലേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ മകനാണ്, മൂത്ത മകനാണ് അതിനൊരു ഡൈവേർഷൻ. അവൻ പാട്ടിലും പിന്നെ വയലിനൊക്കെ കലാഗ്രാമത്തിൽ ചേർന്നപ്പോൾ അവനോടൊപ്പം വെറുതെ സമയം ഇവിടെ ഇരിക്കുന്നതിൽ നിന്ന് ആകുമ്പോൾ നീയും കൂടി പഠിച്ചോ എന്നുള്ള നിലക്കാണ് ആ രീതിയിൽ അവിടെ ചേർന്നു. പിന്നെ ഡാൻസിനോട് വളരെ താല്പര്യമായി. പിന്നെ ഞാൻ ഒരു നിർബന്ധമൊന്നുമില്ല, പിന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അതിന് ചേർന്നപ്പോൾ പിന്നെ കഥക്കിനോട് അത് ഇതിന് വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ്. അതിന് ഈ ഗുരുവിനെ തേടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ കിട്ടിയില്ല. എവിടുന്ന് കിട്ടി ഗുരുവിനെ? ഞാൻ ഡൽഹി ബേസ് ബാംഗ്ലൂർ എല്ലാം യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ അല്ല ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബാംഗ്ലൂർ സെന്റർ, ദില്ലി യൂണിവേഴ്സിറ്റിയുടെ ബാംഗ്ലൂർ സെന്റർ. ബാംഗ്ലൂരിൽ എവിടെയാണത്? അത് ഡ്രൈവ് ചെയ്ത് പോവാന്ന്? രണ്ട് മൂന്ന് കുറെ 4-5 കൂടെ വരിക ഹസ്ബൻഡ് വരും. നിങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂർ ഡ്രൈവ് ചെയ്ത് പോയി കഥക്ക് പഠിച്ചിട്ടുണ്ട്. വലിയ സംഭവം തന്നെ. പിന്നെ ഞാൻ ട്രെയിനിൽ ആഴ്ചക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും കഥകിന്റെ സ്റ്റുഡന്റ് ആണ്. പിന്നെ മലയാള കലാഗ്രാമത്തിലും സ്റ്റുഡന്റ് ആണ്. പിന്നെ കഥകിന് വേണ്ടി ഒരു ക്ലാസ്സും ഞാൻ ശിവാംഗി കൾച്ചറൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കഥകിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് ക്ലാസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. മോഹിനിയാട്ടം കേരളത്തിൽ കഥക് മാത്രം ഇല്ല, എൻ്റെ ഓർമ്മ എനിക്ക് എൻ്റെ അറിവിലില്ല. അല്ല, ഒരു കഥകിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം കഥക് ഒരു 10 പ്രധാനപ്പെട്ട വേദികളിൽ ഞാനിപ്പോ കഴിഞ്ഞ മയ്യഴി ഉത്സവത്തിന് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു, വർണ്ണം കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കോ ഡാൻസറും കൂടിയിട്ട്, സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഡാൻസറും കൂടിയിട്ട് ഭരതനാട്യം. നിങ്ങൾ അഭിഭാഷക എന്ന നിലക്ക് പിന്നെ ഈ ലീഗൽ സർവീസ് രംഗത്ത്, നൃത്തരംഗത്ത്, പൊളിറ്റിക്സിൽ വേറെ ഏതൊക്കെ മേഖലയിലാണ് ഉണ്ടായിരുന്നത്? ഇത്രയും മേഖലയിലാണ്. ഇനി എന്തെല്ലാം പരിപാടി? കാരണം ഇപ്പൊ കഥക്ക് പഠിക്കുന്നു, ഇനി മനസ്സിലുള്ള എൻ്റെ മനസ്സിൽ ഇപ്പം ഈ അഭിഭാഷക രംഗം ഇപ്പൊ അതേ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറും കൂടിയാണ്, അതും കൂടിയാണ്. ഇപ്പോഴില്ല, ഞാൻ പിന്നെ അതുമാതിരി ഇവിടെ കണ്ണൂർ സ്പിന്നിങ് മില്ലിന്റെ പിന്നെ വനിത ഇതിന്റെ ചെയർമാനേനു ഞാൻ, സ്ത്രീകളെ കമ്മിറ്റീൻ്റെ. അവിടെയുള്ള സമരങ്ങളിലൊക്കെ ഇതിന്റെ സമരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തു. അത് സെൻട്രലിന്റെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. സ്ത്രീകളെ ഇത്രയും അധികം സ്ത്രീകളുടെ അടുക്ക ഒരു ചെയർമാൻ, ഒരു ലേഡി ചെയർമാനുള്ള സമരസമിതിയല്ല, അവിടുത്തെ ഇതിന്റെ വെൽഫെയറിന്റെ അതിന്റെ കമ്മിറ്റിയുടെ അവരെ സ്ത്രീകളെ സർക്കാർ അതിന്റെ വേറെ സർക്കാർ പോസ്റ്റ് വേറെ ഒന്നുമില്ല. വേറെ സെൻട്രൽ നോട്ടറിയാണ് ഞാൻ. അല്ല, ഈ കണ്ണൂരും മാഹിയും രണ്ട് കൾച്ചറാണ്. എങ്ങനെയാണ് അത് ഒത്തുചേർന്ന് വന്നത്? ആദ്യമൊക്കെ അസ്വസ്ഥത ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ അവിടുത്തെ ആൾക്കാരുമായിട്ട് വളരെ ഞാൻ ജനങ്ങള് വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. ഈ വത്സരായനെയും എമ്മുകുന്ദനെയൊക്കെ ആദ്യം ഓർക്കുക. എമ്മുകുന്ദൻ ആദ്യം വായനക്കാരുടെ മനസ്സിൽ, പൊതുരംഗത്താണെങ്കിൽ ആദ്യം ഉയർന്നു വരുന്ന പേര് ഈ വത്സരാജ്. അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം ഇഷ്ടമൊക്കെ എങ്ങനെയാണ്? മുകുന്ദാട്ടന്റെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AV ശ്രീധര സാറ് 25ാം വാർഷികത്തിനുള്ള പരിപാടിക്ക് വലിയ സുധീര ഇങ്ങനെയുള്ള കുറേ എഴുത്തുകാരെ, മുകുന്ദാട്ടൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരെ പരിപാടിക്ക് കമ്പയർ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ പിന്നെ കോടതിയിലത്തെ മെയിൻ കോടതിന്റെ ആ സമയത്തുള്ള ചില പരിപാടിയിലൊക്കെ എനിക്ക് സജീവമായിട്ടുണ്ട്. തീർച്ചയായും എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ കഥക്കിൽ ഒരു നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കണം എന്നുള്ളത്. നല്ലൊരു ടീമിനെ അതിന് കുറേ ടൈം എടുക്കും. കാരണം കഥക് ഒരു അത്രയും പഠിക്കാനുണ്ട്. അത് നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കണം. എന്താണ് ജീവിത പങ്കാളി ശിവദാസന്റെ വ്യാപാര രംഗമൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ? നിങ്ങൾ ഇടപെടാറുണ്ടായിരുന്നു? ഓ തീർച്ചയായും, അതൊരു സത്യം. കുറെ മുന്നേ, ഇപ്പോഴില്ല, ഒരു 10 വർഷം മുന്നേ ഞാൻ വ്യാപാരത്തിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു.
അവർ തിരിച്ചു നമ്മുടെ അങ്ങോട്ട് സഹായത്തിന് കേസ് തന്ന് സഹായിക്കും, നിങ്ങൾ വ്യാപാരത്തിൽ സഹായിക്കും അല്ലേ? മക്കളെ രണ്ടുപേരും, മൂത്തയാളുടെ പേരെന്താ പറഞ്ഞത്? യദുകൃഷ്ണൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗം അല്ലെ? അവന്റെ അച്ചീവ്മെന്റ് എന്തൊക്കെയാണ് മോന്റെ അച്ചീവ്മെന്റ്? മോൻ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ഓൾ ഇന്ത്യ സർജറി ക്വിസ് കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഒരു ഫസ്റ്റ് പൊസിഷൻ. മകനും സൂരജ് ഉൾപ്പെടെയുള്ള അവൻ ഡൽഹി എയിംസിൽ പഠിച്ചതാണ്, റാങ്ക് അവിടെ ഡൽഹി എയിംസിൽ ഏതാണ്ട് 50-നുള്ളിൽ റാങ്കിലെ കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ KVPY എക്സാം കിഷോർ വൈജ്ഞാനിക് ബാംഗ്ലൂർ, അതിൻ്റെ റാങ്ക് ഹോൾഡറാണ്. പിന്നെ ജിഗ്മറിൽ സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് ഹോൾഡറും ഓൾ ഇന്ത്യ പോണ്ടിച്ചേരി സ്റ്റേറ്റ് അല്ല MBBS കഴിഞ്ഞത് എയിംസ് വെച്ചിട്ടാണ്. ജിഗ്മറിൽ അവൻ രണ്ടിടയ്ക്ക് ഒരു സ്ഥലത്തല്ലേ ചേരാൻ പറ്റുള്ളൂ. അവൻ ജിഗ്മറിലും എയിംസിനും കിട്ടിയപ്പോൾ അവൻ എയിംസ് പ്രിഫർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ആളും ജിഗ്മറിൽ പഠിച്ച ആളാണ്. MBBS. അവനിപ്പം PG അവനിപ്പം ശ്രീചന്ദിൽ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പം UK PG ചെയ്യേണ്ട എക്സാം, ഫ്ലാബിൻ്റെ എക്സാം അവൻ പാസ്സായി. ഇപ്പം പ്രാക്ടിക്കൽ എക്സാം എഴുതി UK അവനിപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ജീവിതത്തെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ചിന്ത എന്താണ് മനസ്സിന് തോന്നുന്നത്? സാറ്റിസ്ഫാക്ഷൻ. ഹൈക്കോടതി ജഡ്ജി ആകാതിരുന്നതിൽ സങ്കടമുണ്ടോ? നഷ്ടപ്പെടുത്തിയതില്ല. ഹാപ്പിയാണ്. നമുക്ക് ദൈവം ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വഴിയിലൂടെ നമുക്ക് ഒരു വഴി ഏത് വഴിയിലൂടെ പോകണം. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ ഈ ഡാൻസും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കോടതിയിനേക്കാളും ഞാനിപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഡാൻസിനെയാണ്. നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഒരാൾ തീരുമാനിച്ചാൽ ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്ന് സജിന നമ്മൾ പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. എവിടെയും പിന്തുണയായിട്ട് ശിവദാസ് ഉണ്ടായിരുന്നു, നിഴൽ പോലെ. എവിടെയും പറയുമ്പോൾ ഭർത്താവാണ് എന്നെ അതിന് ചേർത്ത്, ഭർത്താവാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 28 വർഷം മുമ്പ് അംബാസഡർ കാർ ഓടിച്ച് നഗരത്തിലൂടെ സഞ്ചരിക്കുക, പോണ്ടിച്ചേരിക്ക് ഡ്രൈവ് ചെയ്ത് പോവുക, ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്ത് പോവുക. പിന്നെ കടന്നു വന്ന വഴികൾ ഇങ്ങനെ ആലോചിച്ചാൽ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, ഒപ്പം പിന്തുണ കൂടി ഉണ്ടായാൽ എവിടെ വരെയും മനുഷ്യരെത്താം. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അഡ്വക്കേറ്റ് NK സജിന. ഇത് ഒരു പാഠമാണ് മക്കളെ. പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം പഠിക്കാനുണ്ട്, ഇതിലൂടെ ഒത്തിരി അറിയാനുണ്ട്. സംഗീതത്തെയും കലയെയും സ്നേഹിച്ച് നിയമരംഗത്തും ശോഭിച്ച് രാഷ്ട്രീയ രംഗത്തിലൂടെയും കടന്നു വന്ന ഈ വനിതയുടെ ജീവിതം ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. കാണുക, അറിയുക അഡ്വക്കേറ്റ് NK സജിനയെ. പ്രേക്ഷകർക്കും ഒപ്പം വിലയേറിയ സമയം ഞങ്ങൾക്ക് നൽകിയ അഡ്വക്കേറ്റ് NK സജിനയ്ക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.